everyone, welcome to Binu's Hindi Learning Class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. വേറെ ഒന്നുമല്ല, ജയ്സ വെയ്സ. ജയ്സ വെയ്സ എന്താണിത്? ജയ്സ വെയ്സ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത് അതുപോലെ എന്നാണ് കേട്ടോ. ഞാൻ എക്സാമ്പിൾസ് പറയാം. ഇപ്പൊ ഞാൻ പറയാണ്, ജയ്സ മേ കൽത്താ ഹൂം വെയ്സ കറൂ. ജയ്സ മേ കൽത്താ ഹൂം വെയ്സ കറൂ. എന്താ മനസ്സിലായേ? എങ്ങനെയാണോ ഞാൻ പറഞ്ഞത് അതുപോലെ ചെയ്യൂ. വെയ്സ കരോ. കരോ എന്ന് പറഞ്ഞാൽ ചെയ്യുക അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതുപോലെ ജയ്സാമേ കവിത. അതുപോലെ ജയ്സാമേ ലിഖ്താഹും വൈസ ലിഖോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഞാൻ എഴുതുന്നത് അതുപോലെ എഴുതൂ. എങ്ങനെയാണോ ഞാൻ പറയുന്നത് ബോൾത്താഹും ഐസേ ബോലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ജയ്സ വെയ്സ. ഇനി അടുത്തൊരു സെന്റൻസ്. ഇപ്പൊ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അതുപോലെ തന്നെ ചെയ്തിട്ട് നമ്മൾ കൊണ്ട് കാണിക്കും. ഇതെന്തോ നീ കാണിച്ചു വെച്ചിരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു സെന്റൻസ് പറയും. എങ്ങനെയാ? നീ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ? നീ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ചെയ്തത് എന്നെങ്ങനെയാ പറയാം? ജയ്സ തുമ്നെ കഹാ मैंने वैसा ही किया. जैसा तुमने कहा मैंने वैसा ही किया എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ്. ഇനിയിപ്പോ ആരെങ്കിലും ഇപ്പൊ നമ്മളോട് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കുമ്പോൾ പറയും, ഇതെങ്ങനെയുണ്ട്, ഇതിങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറയില്ലേ? അതെങ്ങനെയാ പറയാ? ജയ്സ തും ചാഹോ വൈസാ ഹി കരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെയാണോ നിന്റെ ആഗ്രഹം പോലെ ചെയ്തോളൂ. ജയ്സ തും ചാഹോ വൈസാ ഹി കരോ. ഇനിയിപ്പോ നമ്മളോട് ആരെങ്കിലും ദേഷ്യത്തിൽ വഴക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ പറയുന്നത്, ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും. മനസ്സിലായോ? നമ്മൾ പലരും പറയുന്നല്ലേ, എൻ്റെ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല, ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. അതെങ്ങനെയാ പറയാ? മേ ജയ്സാ ഹൂം വൈസാ ഹി രഹൂംഗ. മേ ജയ്സാ ഹൂം വൈസാ ഹി രഹൂംഗി. മനസ്സിലായോ? അപ്പോ ഇതാണ് ജയ്സ വെയ്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ. ഇനി അതുപോലെ തന്നെ മറ്റു രണ്ട് വാക്കുകൾ, ജിത്തന ഉത്തന. ജിത്തന ഉത്തന ഇതെങ്ങനെയാ നമുക്ക് സംസാരിക്കാൻ യൂസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ ജിത്തന ഉത്തന എന്ന് പറയുന്നത് എത്രത്തോളം അത്രത്തോളം എന്നുള്ള അർത്ഥം കേട്ടോ. എത്രമാത്രം അത്രമാത്രം എന്നൊക്കെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഒരു എക്സാമ്പിള്. ഇപ്പൊ നമ്മൾ പറയണേ, നിനക്ക് എത്ര വേണോ അത്രേ കഴിച്ചോളൂ എന്ന് പറയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പറയാം, നിനക്ക് എത്ര വേണോ അത്ര കഴിച്ചോ, ആവശ്യത്തിനെ കഴിച്ചോളൂ എന്ന് പറയില്ലേ? അപ്പൊ അതൊരു സെന്റൻസ് ആയിട്ട് പറയുമ്പോ എങ്ങനെയാ? തും ജിത്തന ചാഹോ ഉത്തന കാവോ. തും ജിത്തന ചാഹോ ഉത്തന കാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എത്ര വേണം അത്ര കഴിച്ചോളൂ. അപ്പൊ അതാണ് ഈ ജിത്തന ഉത്തന. ഓക്കെ, അതുപോലെ തന്നെ അവന്റെ കയ്യിൽ ഉള്ള അത്രയും പൈസ എന്റെ കയ്യിലില്ല. അതെങ്ങനെയാ പറയാ? അവന്റെ കയ്യിലുള്ള അത്രയും പൈസ എന്റെ കയ്യിലില്ല. ജിത്തന उनके पास, जितना पैसे उनके पास है उतना मेरे पास नहीं है. जितना पैसे उनके पास है എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പൈസ അവന്റെ കയ്യിലുണ്ടോ എത്രത്തോളം. ജിത്തന ഉത്തന പൈസെ മേരെ പാസ് നെഹി ഹെ. അത്ര പൈസ എന്റെ കയ്യിൽ ഇല്ല. മനസ്സിലായോ? ശരി. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഹിന്ദി, जितना ज्यादा बोलोगे उतना ज्यादा सीखोगे എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര കൂടുതൽ പറയുന്നു സംസാരിക്കുന്നു അത്രയും കൂടുതൽ നമ്മൾ പഠിക്കും അല്ലെ? അല്ലെങ്കിൽ ഉത്തന ജൽദി സീക്കോगे, അത്രയും വേഗം നമ്മൾ പഠിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ജിത്തന ജ്യാദ ബോലോगे ഉത്തന ജ്യാദ സീക്കോगे. മനസ്സിലായോ? ഇനിയിപ്പോ പറയാണ്, നമുക്കൊന്ന് ജസ്റ്റ് തിരിച്ചൊന്ന് പറയാം. ഇപ്പൊ നമ്മൾ എപ്പോഴും ജിത്തനയാണ് നമുക്ക് ആദ്യം വന്നത് അല്ലെ? അപ്പൊ ഈ ഉത്തന ആദ്യം വന്ന എങ്ങനെ ഇരിക്കുക? അതും കൂടി ഒരു സെന്റൻസ് നോക്കാം. ഇപ്പൊ നമ്മൾ പറയാണ്, ഈ കാണുന്നത്ര ബുദ്ധിമുട്ടില്ല, ഈ കാണുന്നത്ര ബുദ്ധിമുട്ടില്ല എന്ന് പറയില്ലേ? അതെങ്ങനെയാ? ഉത്തനാബി മുഷ്കിൽ നെഹി ഹേ. ഉത്തനാബി മുഷ്കിൽ നെഹി ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടില്ല. എത്രയും ജിത്തന ദിക്താ ഹെ.
എത്ര കാണുന്നോ നമ്മൾ പറയില്ല, ഈ കാണുന്നത്ര, അതാണ് ജിത്തന ദിക്താ ഹെ. ജിത്തന ദിക്താ ഹെ ഉത്തന ഭി മുഷ്കിൽ നെയ്. അപ്പൊ നമ്മൾ ഉത്തന ഭി മുഷ്കിൽ നെയ് എന്ന് ഫ്രണ്ടിൽ പറഞ്ഞു, ഉത്തന ഫ്രണ്ടിൽ പറഞ്ഞു, അപ്പോഴും സെന്റൻസ് കറക്റ്റാ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയും പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ജിത്തന ഉത്തന അതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ? കിത്തന എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, എത്ര എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏ കിത്തനേക്കാ ഹെ, ഇത് എത്ര രൂപയുടെയാണ് അല്ലെ, അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസിൽ അല്ലെ. സോ ഉത്തന ജിത്തന ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു സബ്സ്ക്രൈബറെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് കേട്ടോ. ഞാനത് എന്താ പറയുന്നത്, മറന്നു പോകുന്നതാണ്. അങ്ങനെ ആരെങ്കിലും എന്നോട് കമന്റിൽ നമ്മൾ ചോദിച്ചതിന് ശേഷം ഡൗട്ട് ഓൺ ടൈം ക്ലിയർ ചെയ്യാറുണ്ട്. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് ലേറ്റ് ആക്കാറുള്ളൂ. അപ്പൊ ക്ലാസ്സിൽ ഏതെങ്കിലും ഇൻവോൾവ് ആകാതെ വന്നിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് റീസെൻഡ് ചെയ്താൽ മതി കേട്ടോ കമന്റ്സ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പറയാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. ഞാനൊന്ന് ക്ലാസ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പെൻഡിങ് വെച്ചത്. പിന്നെ അത് വിട്ടുപോയി മനസ്സിൽ നിന്ന്, സോറി. ഓക്കെ, അപ്പോ വേറെ ഒന്നുമല്ല, മുജെ മുജ്സെ മേരേക്കോ, മുജെ മുജ്സെ മേരേക്കോ. എന്താണ് ഡിഫറൻസ്? ഇതില് നോർമലി ഡിഫറൻസ് ഉണ്ട്. എന്താണ്? മുജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നാണ് അല്ലെ, മുജെ. ഇപ്പൊ പറയും മുജെ ദേദോ, എനിക്ക് തരൂ. അതുപോലെ തന്നെ മുജെ നഹി ചാഹിയെ, എനിക്ക് വേണ്ട അല്ലെ. ഓക്കെ, മുജെ ജാനാ ഹെ, മുജെ ജാനാ ഹെ എന്ന് വെച്ചാൽ എന്താ, എനിക്ക് പോകണം. അപ്പൊ ഇതൊക്കെയാണ് മുജെ എന്നുള്ള അർത്ഥം വരുന്നത്, എനിക്ക്. ഇനി എന്താ, മുജ്സെ. മുജ്സെ എന്ന് പറഞ്ഞാൽ എന്നോട്, അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. മുജ്സെ, മുജെ എന്ന് പറയുമ്പോൾ എനിക്ക്, മുജ്സെ എന്ന് പറയുമ്പോൾ എന്നോട്. ഇപ്പൊ പറയുവാണ് എന്നോട് വഴക്കിടല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. വഴക്കിടുക എന്ന് പറയുമ്പോൾ ജഗട, ഫൈറ്റിംഗ് അല്ലെ, ജഗട കർണ. സോ എന്നോട് വഴക്കിടല്ലേ എന്ന് എങ്ങനെയാ പറയാ? ഹാ, മുജ്സെ ജഗടാ മത് കറോ, ജഗടാ മത് കറോ. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ എന്താ പറയാ, അവൻ എന്നോട് സംസാരിക്കുന്നില്ല, അവൻ എന്നോട് സംസാരിക്കുന്നില്ല നമ്മൾ പറയാണ്. എങ്ങനെയാ പറയണേ? ഓ മുജ്സെ ബാത് നഹീ കർ രഹേ, ഓ മുജ്സെ ബാത് നഹീ കർ രഹേ. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നോട് സംസാരിക്കുന്നില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി എന്താ, ഇനി മേരേക്കോ. മേരേക്കോ എന്ന് പറയുന്നത് സത്യത്തില് ഹിന്ദിയില് എന്താ പറയാ, ഒരുപാട് പേര് സംസാരിക്കുന്ന കേൾക്കാം ഹിന്ദിക്കാര്. പക്ഷെ അതൊരു എന്താ പറയാ, ഗ്രാമർ വൈസ് ഒട്ടും ശരിയല്ലാണ്ട് സംസാരിക്കുന്ന കേട്ടോ. അതിനർത്ഥം എന്ന് പറയുന്നത് ഇപ്പം മേരേക്കോ എന്നോടൊന്നും വരും, ചില സമയത്ത് എനിക്കൊന്നും ഒക്കെ അർത്ഥം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നു, മേരേക്കോ ദിയ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അത് നമ്മൾ ഉപയോഗിച്ച് പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഹാ മേരേക്കോ ദിയ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നു, മേരേക്കോ ബോല എന്നോട് പറഞ്ഞു. കണ്ടാ, അപ്പൊ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് അതിന്റെ എന്താ പറയുക അർത്ഥം മാറുന്നുണ്ട്. പക്ഷെ ഗ്രാമർ വൈസ് കറക്റ്റ് ഹിന്ദിയിൽ മേരേക്കോ എന്നുള്ള യൂസ് അത്ര എന്താ പറയാ, അത് ഇൻകറക്റ്റ് ആണ്, കറക്റ്റ് അല്ല കേട്ടോ. സോ അതിന്റെ അർത്ഥം ഇങ്ങനെയൊക്കെ തന്നെ വരുന്നത്. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഓ മേരേക്കോ ബോല എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് പറഞ്ഞു എന്നാണ്. മനസ്സിലായോ? ഓ മേരേക്കോ ദിയ എന്നാണ് അവർ പറയണമെങ്കിൽ അതിനർത്ഥം അവൻ എനിക്ക് തന്നു എന്നാണ്. അപ്പൊ അത് സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. സോ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. അപ്പൊ നമ്മള് എന്നും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. പിന്നെന്താ, ഷെയർ ചെയ്യാനായിട്ട് ആരും മറക്കരുത്. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.